ആലുവ മെയിൻ സിറ്റിയിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെയായിട്ട് 2 വീടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 4 BHKയും പിന്നെ ഒന്ന് 3 BHKയും. നമ്മളിന്ന് കാണാൻ പോകുന്നത് 4 BHKയുടെ വിശേഷങ്ങളാണ്. 4 സെൻറ്റ് 300 ലൈൻസ് ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഒരേ പാറ്റേണിലുള്ള എലവേഷനാണ് കൊടുത്തിട്ടുള്ളത്. മതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. പോർച്ച് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പാനലിങ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വാട്ടർ സ്റ്റോറേജ് സ്പേസാണ്. 3500 ലിറ്ററിൻ്റെ കോർപ്പറേഷൻ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് മേലേക്ക് ടാങ്കിലേക്ക് നിറയ്ക്കാവുന്നതാണ്. മേലെ നമുക്ക് 1000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അങ്ങനെ മൊത്തം 4500 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ വീടിനുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിലും ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വീലറും മറ്റുമൊക്കെ വെക്കാനായിട്ട് ഈ സൈഡിലും സ്പേസ് ഉണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. അപ്പം ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വന്നുള്ളത്. ഒരു ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന എംസിലായിട്ട് തൂണിലായിട്ട് ക്ലാഡിങ് സ്റ്റോൺ വർക്കിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരെ അകത്തേക്ക് കയറാം. 2 പീസ് ഡോറും കൂടിയാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറും കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിവിങ്ങിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് കൊടുത്തുള്ളത്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഇനി ഫാൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു തീം മേലെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി TV സ്പേസിലേക്ക് വരാം. ഇവിടെയായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിരിക്കുകയാണ്. ഭംഗിയുള്ളൊരു കവറേജാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ ആയിട്ട് 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. DB യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ്. അപ്പം ഇവിടെ ആയിട്ടാണ് നമുക്ക് കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുള്ളത്. ധാരാളം കോക്കറി ഐറ്റംസ് വെക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൗണ്ടർ സ്പേസ് അകത്തേക്ക് നമുക്ക് ചെയർ ഇടാവുന്ന രീതിയിലുള്ള സ്പേസോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാഷ് കൗണ്ടറിലേക്ക് വരികയാണ്. വലിപ്പമുള്ളൊരു വാഷ് ബേസിനാണ് വന്നുള്ളത്. ഗ്രാനൈറ്റിൻ്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇനി വലിപ്പമുള്ളൊരു മിററും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടുണ്ട്. മേലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോമും ഒക്കെ വയ്ക്കാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. സിങ്ക് വരുന്നുണ്ട്. സെറയുടെ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് വയ്ക്കാവുന്നതുമാണ്. ഇനി ഔട്ട് സൈഡിലേക്ക് വരാം. അതായത് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. 2 സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ട് ഒരു പവർ പോയിൻ്റ് വരുന്നത്. അപ്പോൾ 2 സൈഡിൽ നിന്ന് നമുക്ക് തുറന്ന് പെരുമാറാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മേലെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്.
പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിലാണ് സീൽ ചെയ്തിട്ടുള്ളത്. നമുക്കകത്തേക്ക് പോകാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 10 അടി വീതിയിലുമാണ്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, കുഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, 2 സൈഡിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. കയറി വരുന്ന എൻട്രൻസിൽ ഫാൾ സീലിംഗ് സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്റ്റുള്ള ഫൈബർ ലാമിനേഷൻ വർക്കും വരുന്നുണ്ട്. നമുക്കിനി ബാത്റൂം ഭാഗത്തേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിററിനുള്ളൊരു പോയിന്റും അതുപോലെ തന്നെ ലൈറ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഡയവേർട്ടർ കൊടുത്തിരിക്കുന്നത് സെറയുടെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്, അതും സെറയുടെ തന്നെയാണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റൊക്കെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതും 14 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഈ ഭാഗത്തായിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, കുഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം രീതിയിലുള്ള കബോർഡ് വർക്കാണ് വന്നുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഒതുങ്ങി മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. മിററിനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റുമാണ്. താഴെ മാറ്റ് ഭിത്തി ഗ്ലോസി. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് കയറാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വലുപ്പം ഉണ്ട്. ഇത് കൂടാതെ തന്നെ ടൈല് കൊടുത്തിരിക്കുന്നത് ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ് വന്നുള്ളത്. മാറ്റ് ടൈലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബിൽ ടീ കൂട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ മേലേക്ക് കയറാം. നോർത്ത് സൈഡിൽ പെർഗോളാസ് വന്നിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പറിലേക്ക് വരികയാണ്. ഒരു കോറിഡോർ പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തുള്ളത്. ഫാൾ സീലിംഗ് വർക്കിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നമുക്ക് ഒരു ഷാലിയർ ലൈറ്റ് വേണമെങ്കിൽ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ലൈറ്റ് കിട്ടുകയും ചെയ്യും. നേരെ നമുക്ക് ആദ്യം ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരാം. ഇത് ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. TV സ്പേസ് വരുന്നുണ്ട്. താഴത്തെ അതേ ലിവിങ് സ്പേസ് തന്നെ മേലെയും കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഈ ഭാഗത്തായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കയറി വരുന്ന എൻട്രൻസിലായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും ഫാൾ സീലിംഗ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വരുന്നത്. 14 അടി നീളമുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. 11 അടിയോളം വീതി വന്നിട്ടുണ്ട്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ള കബോർഡുകളാണ് ഇവിടെ വന്നുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. പതിനാല് അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലേക്ക് വരുമ്പോൾ ബെഡ്റൂമിൻ്റെ സൈസ് ഇത്തിരി കൂടിയിട്ടുണ്ട്. മാത്രമല്ല ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കബോർഡും സെയിം ആണ്. അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. ശരിക്കും ഇതിനൊരു സ്റ്റഡി റൂമെന്നോ മറ്റോ വിളിക്കാം. കാരണം യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഫാൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാവുന്നതുമാണ്. താഴെ അതിനുള്ള പോയിൻ്റ് ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് മേലെ വെക്കണമെന്നുണ്ടെങ്കിൽ മേലെ വെക്കാവുന്നതുമാണ്. അപ്പം 4+ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന സ്പേസും കൂടി കാണാം. സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് അടിച്ച് നല്ല ഹൈറ്റിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. 4 സെൻറ്റ് 300 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 84 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കൊക്കെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്.
അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 84 ലക്ഷം രൂപയാണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.